Hello everyone, welcome to my classes. Evolution of Management Thought Management Theories-ലെ Neoclassical Management Era എന്നൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാനേജ്മെന്റിന്റെ ഇവല്യൂഷന് നമുക്ക് 4 സ്റ്റേജസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ് ആണ്. 1880-ന് മുൻപുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത് വരുന്നത് ക്ലാസിക്കൽ മാനേജ്മെന്റ് എറയാണ്. 1880 മുതൽ 1930 വരെയുള്ള ഒരു കാലഘട്ടമാണ് ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറയാണ്. 1930 മുതൽ 1950 വരെയുള്ള ഒരു കാലഘട്ടമാണ് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് മോഡേൺ മാനേജ്മെന്റ് എറയാണ്. 1950-ന് ശേഷം വരുന്ന ഒരു കാലഘട്ടമാണ് മോഡേൺ മാനേജ്മെന്റ് എറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡും ക്ലാസിക്കൽ മാനേജ്മെന്റ് എറയും ഇതിനു മുന്നേ 2 വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ആ 2 കാലഘട്ടങ്ങളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസിനെ പറ്റിയും ആ കാലഘട്ടങ്ങളിലെ ഓതേഴ്സിനെ പറ്റിയിട്ടും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ എന്ന് പറയുന്നത് 1930 മുതൽ 1950 വരെയുള്ള ഒരു കാലഘട്ടമാണ് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫോം ചെയ്ത് വന്നിട്ടുള്ള തിയറീസ് ആണ് നിയോ ക്ലാസിക്കൽ തിയറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഇസ് ദ എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ക്ലാസിക്കൽ തിയറി. നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നിയോ ക്ലാസിക്കൽ എറയാണ് അല്ലെ. അതായത് ക്ലാസിക്കൽ തിയറീസ് ഒരു ക്ലാസിക്കൽ എറയുടെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വേർഷൻ ആണ് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ എന്ന് പറയുന്നത്. നിയോ എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ന്യൂ എന്നാണ്. ഓക്കെ, സോ ക്ലാസിക്കൽ എറയിൽ കുറെ അപ്ഡേഷൻസ് കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഈ ഒരു പീരീഡ്, അതായത് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഓതേഴ്സും എല്ലാവരും ഉണ്ടല്ലോ, അവര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മാൻ ബിഹൈൻഡ് ദ മെഷീൻ ആയിരുന്നു. അപ്പോൾ ഇപ്പൊ ഇത് പറയുന്നതിനേക്കാൾ മുന്നേ നമ്മളൊരു കാര്യം അറിയേണ്ടതായിട്ടുള്ളത് എന്താ വെച്ചാൽ ക്ലാസിക്കൽ എറയെ പറ്റിയിട്ട് നമ്മൾ ഒന്നുകൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ക്ലാസിക്കൽ എറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് 3 ഓതേഴ്സിനെ പറ്റിയിട്ടാണ് അല്ലെ. ആരൊക്കെയായിരുന്നു? FW ടൈലർ ഉണ്ട്. FW ടൈലറിന്റെ തിയറി ഇതായിരുന്നു, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ഉണ്ടായിരുന്നു. അതുപോലെ ഹെൻറി ഫയോൾ ഉണ്ട്, അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഉണ്ടായിരുന്നു. അതുപോലെ മൂന്നാമത്തത് എന്ന് പറയുന്നത് മാക്സ് വെബർ ആണ്, അദ്ദേഹത്തിന്റെ ബ്യൂറോക്രാറ്റിക് തിയറി ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അവര് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തിനൊക്കെയായിരുന്നു? വർക്കിന്, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി, അതുപോലെ പ്രോഫിറ്റ്, റിട്ടേൺ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്, ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ആ ക്ലാസിക്കൽ എറയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവിടെ ഹ്യൂമൻ ബീയിങ്ങിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ശരിക്കും അവരൊരു മെഷീനെ പോലെയാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ എറ എന്ന് പറയുന്നത് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തിനായിരുന്നു? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മെഷീൻസിന്, അതുപോലെ പ്രൊഡക്ടിവിറ്റിക്ക്, വർക്ക് നന്നായി ചെയ്യുക, നല്ല റിട്ടേൺ ഉണ്ടാക്കുക, പ്രൊഡക്ടിവിറ്റി മാക്സിമം കൂട്ടുക, പിന്നെ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ക്ലാസിക്കൽ എറയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇതൊരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ്, ഇതൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണ് നിയോ ക്ലാസിക്കൽ എറ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്? നിയോ ക്ലാസിക്കൽ എറയിലേക്ക് വന്നപ്പോൾ മാൻ ബിഹൈൻഡ് ദ മെഷീൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഇൻ ദ പ്ലാൻഡ് വർക്ക് പ്ലേസ്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ നിയോ ക്ലാസിക്കൽ എറ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത് ആർക്കാണ്? ഹ്യൂമൻ ബീയിങ്ങിനാണ്. മാൻ ബിഹൈൻഡ് ദ മെഷീൻ ആണ് നിയോ ക്ലാസിക്കൽ എറയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ക്ലാസിക്കൽ എറയിൽ പ്രൊഡക്ടിവിറ്റിക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നിയോ ക്ലാസിക്കൽ എറയെ പറ്റി പറയുകയാണെങ്കിൽ ജോർജ് എൽട്ടൺ മായോ ഈസ് കൺസിഡർ ആസ് ദ ഫൗണ്ടർ ഓഫ് നിയോ ക്ലാസിക്കൽ തിയറി. നിയോ ക്ലാസിക്കൽ തിയറിയുടെ ഫൗണ്ടർ ആയിട്ട് കണക്കാക്കുന്നത് ജോർജ് എൽട്ടൺ മായോ ആണ്. ഇപ്പൊ എൽട്ടൺ മായോ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കുക ആ ഒരു പേര്, അത് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത് നിയോ ക്ലാസിക്കൽ എറയുമായിട്ടാണ്. ഓക്കെ, നിയോ ക്ലാസിക്കൽ എറയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരാളാണ് എൽട്ടൺ മായോ എന്ന് പറയുന്നത്. അപ്പോൾ നിയോ ക്ലാസിക്കൽ എറയെ നമുക്ക് 3 എലമെന്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് ഹാത്രോൺ എക്സ്പെരിമെന്റ്, സെക്കൻഡ് വൺ ഈസ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, ആൻഡ് തേർഡ് വൺ ഈസ് ബിഹേവിയറൽ അപ്രോച്ച്. അപ്പോൾ നിയോ ക്ലാസിക്കൽ എറ 3 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാത്രോൺ എക്സ്പെരിമെന്റ്, സെക്കൻഡ് വൺ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, ആൻഡ് തേർഡ് വൺ ഈസ് ബിഹേവിയറൽ അപ്രോച്ച്. അപ്പോൾ നമുക്ക് ഇനി ഈ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഹാത്രോൺ എക്സ്പെരിമെന്റ്. ഹാത്രോൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്
നമ്മളിപ്പോൾ പറഞ്ഞു എൽട്ടൺ മയോനെ പറ്റി പറഞ്ഞു, അദ്ദേഹമാണ് ഫൗണ്ടർ എന്ന് പറയുന്നത് അല്ലെ, നിയോ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ഫൗണ്ടർ ആയിട്ട് കണക്കാക്കുന്ന എൽട്ടൺ മയോ ആണ്. അപ്പൊ ഈ ഹാത്രോൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എൽട്ടൺ മയോവും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും കൂടി 1927 മുതൽ 1932 വരെ നീണ്ടു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും കൂടിയിട്ട് ഒരു കൂട്ടം എക്സ്പെരിമെന്റ്സ് എവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി ചിക്കാഗോ, അവിടെ അവരുടെ ഒരു ഹാത്രോൺ പ്ലാന്റ് ഉണ്ടായിരുന്നു, അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ് ചിക്കാഗോയിൽ അവർ കണ്ടക്ട് ചെയ്ത ഒരു കൂട്ടം എക്സ്പെരിമെന്റ്സ് ആണ് ഹാത്രോൺ എക്സ്പെരിമെന്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൂട്ടം എക്സ്പെരിമെന്റ്സ് വഴി അവരെന്താ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചത്? അവർ നോക്കിയത് ശരിക്കും പറയാച്ച ഇതൊരു എക്സ്പെരിമെന്റൽ റിസർച്ച് ആയിരുന്നു, ഒരു കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് ഉള്ള ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ് ഈ ഒരു ഹാത്രോൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നതിലൂടെ അവർ അന്ന് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവരൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്, അവർ കുറേ കാര്യങ്ങൾ പരീക്ഷിച്ച് അതിന്റെ റിസൾട്ട് ചെക്ക് ചെയ്ത് പിന്നെയും വാരിയബിൾസ് മാറ്റി ചേഞ്ചസ് വരുത്തി നോക്കും, അതിന്റെ റിസൾട്ട് നോക്കും, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് വഴി അവർ എന്താ അറിയാൻ വിചാരിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ, they set individuals in social context and thus established that employee performance is not only affected and influenced by their innate ability, but it is also affected by their co-workers and their surrounding. അപ്പൊ ഇതിന് മുന്നൊക്കെ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ അപ്രോച്ചിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹ്യൂമൻ ബീങ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ, അവിടെ റൂൾസ് ഒക്കെ തെറ്റുകയായിരുന്നു. വർക്കിനെ നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റിലൊക്കെ സയന്റിഫിക് ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, വർക്ക് അലോട്ട് ചെയ്യും, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞു കൊടുക്കും, മാക്സിമം പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതല്ലാണ്ട് ഹ്യൂമൻ ബീങ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഇതിലേക്ക് വന്നപ്പോൾ ഹ്യൂമൻ ബീങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എങ്ങനെ ഹ്യൂമൻ ബീയിങ്സ് ഒരു വർക്ക് എൻവയോൺമെന്റിൽ എത്തുന്ന സമയത്ത് അവരുടെ ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ അവരുടെ എൻവയോൺമെന്റ്, അവരുടെ സറൗണ്ടിങ്, അതുപോലെ തന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, കോവർക്കേഴ്സ് മീൻസ് അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അവരുടെ സുപ്പീരിയേഴ്സ് ഉണ്ടായിരിക്കാം, സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും, എല്ലാവരും. ഓക്കെ, ഇതൊക്കെ അവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇതെങ്ങനെ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ എഫക്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു എക്സ്പെരിമെന്റ് വഴി അവർ ചെക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ദിസ് വാസ് എ ബ്രേക്ക് ത്രൂ ഇൻ ചേഞ്ചിങ് ദി തോട്ട് അബൌട്ട് പ്രൊഡക്ടിവിറ്റി ആൻഡ് വർക്ക്. അവിടെ പ്രൊഡക്ടിവിറ്റീനെ ഹ്യൂമൻ ബീയിങ്ങിനെ കൺസിഡർ ചെയ്തിരുന്നില്ല, ഇതിൽ ക്ലാസിക്കൽ അപ്രോച്ചിൽ ഹ്യൂമൻ ബീയിങ്ങിനെ കൺസിഡർ ചെയ്തിരുന്നില്ല, പ്രൊഡക്ടിവിറ്റി മാക്സിമം കൂട്ടണം അല്ലെ, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഡക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ റിട്ടേൺ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പനിക്ക് നല്ല പ്രോഫിറ്റും കിട്ടും, പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എംപ്ലോയീസിന് വേജസ് കൊടുക്കും, അവിടെ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേജ് കിട്ടും, അത്ര മാത്രമേ അവർ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ, നിയോ ക്ലാസിക്കലിലേക്ക് വന്നപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമൻ ബീയിങ്ങിനെ നന്നായി ട്രീറ്റ് ചെയ്യണം. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ അവരെന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് ഉണ്ട്, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സ് ഉണ്ട്, പിന്നെ അവരൊരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിലുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാമാണ് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. Okay, it was a proof that productivity is not a function of physical conditions like the money, wages paid and the work only, but it is heavily dependent on the employee satisfaction in the area of work. അപ്പോൾ ഈ ഒരു സ്റ്റഡിയിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മണി എന്നുള്ള ഒരു കാര്യമല്ല, എന്താ പറയുക, നിങ്ങൾ നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വേജ് കിട്ടും എന്നത് അവരെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അതിനും കൂടുതൽ അവരെ എഫക്ട് ചെയ്യുന്ന, അതായത് അവരുടെ പ്രൊഡക്ടിവിറ്റീനെ, ഒരു എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റീനെ എഫക്ട് ചെയ്യുന്ന വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം ഈ ഒരു സ്റ്റഡിയിലൂടെ കണ്ടക്ട് ചെയ്തത്. അതായത് വേജ് കൊടുക്കുന്നു അല്ലെങ്കിൽ സാലറി കിട്ടുന്നു എന്നുള്ളത് ഒരു എലമെന്റ് ഒക്കെ തന്നെയാണ്, അവരുടെ പ്രൊഡക്ടിവിറ്റീനെ എഫക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അതിനും കൂടുതൽ അവരെ എഫക്ട് ചെയ്യുന്ന വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് വഴി മനസ്സിലാക്കിയത്. ഓക്കെ, അവരുടെ എന്താ പറയുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ എഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടെന്നാണ് അവർ ഈ ഒരു സ്റ്റഡിയിലൂടെ കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് 4 phases ആയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 phases ഉണ്ടായിരുന്നു ഈ ഒരു ഹാത്രോൺ എക്സ്പെരിമെന്റിന്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇല്യൂമിനേഷൻ എക്സ്പെരിമെന്റ് ടു റിയലൈസ് ദ ഇമ്പാക്ട്സ് ഓഫ് ഇല്യൂമിനേഷൻ ഓൺ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇല്യൂമിനേഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അവിടെ ഉള്ള എന്താ പറയുക, ലൈറ്റിങ്ങിലൊക്കെ ചേഞ്ചസ് വരുത്തി. അതായത് നമ്മളിവിടെ ലൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫിസിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഓക്കെ, ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്ക് എൻവയോൺമെന്റിലെ കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ്, അതിൽ ചേഞ്ചസ് വരുത്തി നോക്കുകയാണ്, അതെങ്ങനെ ആളുടെ പ്രൊഡക്ടിവിറ്റീനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഫസ്റ്റ് ഫേസിൽ ആൾ ചെക്ക് ചെയ്ത് നോക്കിയത്. ഓക്കെ,
അപ്പോൾ ഇലുമിനേഷൻ എക്സ്പെരിമെന്റ് ആണ് ചെയ്തത്. ലൈറ്റിംഗിൽ ചേഞ്ചസ് വരുത്തി നോക്കി. കുറച്ച് ആളുകൾക്ക് ലൈറ്റിംഗ് കുറവുള്ളത്, കുറച്ച് ആളുകളെ ലൈറ്റിംഗ് ഉള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കി. അതാണ് ഇലുമിനേഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അത് പ്രൊഡക്ടിവിറ്റീനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഈ ലൈറ്റിംഗ് എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു ഫിസിക്കൽ എലമെന്റ്, അതാണ് അവർ ചെക്ക് ചെയ്ത് നോക്കിയത്. അത് എത്രത്തോളം പ്രൊഡക്ടിവിറ്റിയെ എഫക്ട് ചെയ്യുന്നു എന്ന്. അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസിൽ relay assembly test room experiments aimed at determining the effects of alterations in time and other conditions in the working area on productivity. ഈ ഒരു രണ്ടാമത്തെ ലെവലിൽ എന്താ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എംപ്ലോയീസിനെ സ്മോൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ ഓരോരോ ഗ്രൂപ്പിന് ഓരോരോ വർക്കിംഗ് കണ്ടീഷൻസ്, അതുപോലെ വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തു. അതായത് ഇപ്പോൾ ചില ആളുകൾക്ക് ഷോർട്ടർ വർക്കിംഗ് അവേഴ്സ്, അതുപോലെ പ്രോപ്പർ റെസ്റ്റ് പീരീഡ്സ്, ഇംപ്രൂവ്ഡ് ഫിസിക്കൽ കണ്ടീഷൻസ്, ഫ്രണ്ട്ലി സുപ്പീരിയേഴ്സ്, അതുപോലെ ഫ്രീ സോഷ്യൽ ഇന്ററാക്ഷൻ, അങ്ങനെ ഓരോരോ ഗ്രൂപ്പായി തിരിച്ച് ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അതെങ്ങനെ അവരുടെ പ്രൊഡക്ടിവിറ്റീനെ എഫക്ട് ചെയ്യുന്നു എന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കിയത്. ഇതായിരുന്നു സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. തേർഡ് ഫേസ് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂയിങ് പ്രോഗ്രാംസ് ആയിരുന്നു കണ്ടക്ട് ചെയ്തത്. തേർഡ് ഫേസിൽ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ തേർഡ് ഫേസ് ആയിട്ട് ഇന്റർവ്യൂയിങ് പ്രോഗ്രാംസ് ആണ് കണ്ടക്ട് ചെയ്തത്. അതായത് എംപ്ലോയീസിനെ ഇന്റർവ്യൂ ചെയ്യാണ്, എന്നിട്ട് അവരോട് നേരിട്ട് ചോദിക്കുന്നു എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവരോട് തന്നെ ഡയറക്ട്ലി ചോദിക്കുകയാണ്. ഇത് നല്ലൊരു എഫക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് അവരുടെ പെർസെപ്ഷൻ, അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് ക്ലിയർലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസിൽ നന്നായി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഫോർത്ത് ഫേസ് ആയിട്ട് ചെയ്തത് ബാങ്ക് വയറിംഗ് ടെസ്റ്റ് റൂം എക്സ്പെരിമെന്റ്സ് ആണ് ടു അനലൈസ് and determine the social organization in the working area. ഓക്കെ, ഇതും സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചുകൊണ്ട് നടത്തിയ ഒരു ഒബ്സർവേഷൻ ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാത്രോൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് 4 ഫേസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത്, 4 ലെവൽ ഓഫ് എക്സ്പെരിമെന്റ്സ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഓരോരോ ചേഞ്ചസ് വരുത്തിയിട്ട് അതെങ്ങനെ പ്രൊഡക്ടിവിറ്റീനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് എൻവയോൺമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവരുടെ എന്താ പറയുക കോവർക്കേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചേഞ്ചസ് വരുത്തിയിട്ടാണ് അത് ചെക്ക് ചെയ്ത് നോക്കിയത്. ഓക്കെ, അങ്ങനെ ഈ ഒരു എക്സ്പെരിമെന്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നു. എന്തൊക്കെയായിരുന്നു കൺക്ലൂഷൻ നമുക്ക് നോക്കാം. ദിസ് എക്സ്പെരിമെന്റ്സ് കെയിം ടു എ കൺക്ലൂഷൻ ആൻഡ് ഡിസ്കവറി ദാറ്റ് വർക്കേഴ്സ് ആർ എക്സ്ട്രീംലി റെസ്പോൺസീവ് ടു എനി ഫോം ഓഫ് അഡീഷണൽ അറ്റൻഷൻ ഗിവൺ ടു ദം ബൈ ദെയർ മാനേജേഴ്സ്. ഇതിൽ നിന്ന് അവർ ഫസ്റ്റ് കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സുപ്പീരിയേഴ്സ് ഉണ്ടല്ലോ, അവരുടെ മാനേജേഴ്സ്, അവർ കൊടുക്കുന്ന അവർക്ക് എത്രത്തോളം എക്സ്ട്രാ അറ്റൻഷൻ അവർക്ക് കിട്ടുന്നു അത് അവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ പ്രൊഡക്ടിവിറ്റീനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്താൻ സാധിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വേജസ് കൊടുത്തു കഴിഞ്ഞാൽ വേജസ് എല്ലാം അവർക്കൊരു മോട്ടിവേഷൻ ഒക്കെയാണ്, പക്ഷേ എന്നിരുന്നാലും അതൊരു ലെവൽ വരെ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ അവരുടെ പ്രൊഡക്ടിവിറ്റീനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് കിട്ടുന്ന അറ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ സുപ്പീരിയേഴ്സിൽ നിന്നും മാനേജേഴ്സിൽ നിന്നൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഒരു കാര്യം ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ വർക്കേഴ്സ് ഫീൽ മോട്ടിവേറ്റഡ് വെൻ ദ മാനേജേഴ്സ് ഷോ ഇൻട്രസ്റ്റ് ഇൻ ദെയർ വർക്ക്. ഇറ്റ് ഗീവ്സ് ദം എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. അവരുടെ മാനേജേഴ്സ് അവരോട് കാണിക്കുന്ന ഒരു അടുപ്പം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിനോട് അവരെത്രത്തോളം എന്താ പറയുക അവർ ഒരു അറ്റൻഷൻ കൊടുക്കുമ്പോൾ അത് ശരിക്കും ഇവർക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. Though financial incentives are motivating, but social incentives are correspondingly significant in workers' productivity. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ച കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, അതായത് അവർക്ക് വേജസ് ആണെങ്കിലും എക്സ്ട്രാ കൊടുക്കുന്ന ഇൻസെന്റീവ്സ് ആണെങ്കിലും ഇതൊക്കെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിനും കൂടുതലായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സോഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അവരുടെ പ്രൊഡക്ടിവിറ്റീനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ദിസ് ഹാഡ് എ മേജർ കോൺട്രിബ്യൂഷൻ ഓൺ ദ ഓർഗനൈസേഷണൽ തിയറി. ഇറ്റ് വാസ് എ ഫൗണ്ടേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയറൽ ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ടു മാനേജ്മെന്റ്. അപ്പോൾ ഈ എല്ലാ ഡിസ്കവർ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ കൺക്ലൂഷനിൽ എത്തിച്ചേർന്ന കാര്യങ്ങളെല്ലാം എന്തിലേക്ക് നയിച്ചു എന്നാ പറയുന്നത്. ഇത് ആരാ ഈ ഹാത്രോൺ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്? എൽട്ടൺ മായോയും അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സും കൂടിയിട്ടാണ് അല്ലെ. അങ്ങനെ ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് വഴി അവരും എത്തിച്ചേർന്ന കൺക്ലൂഷൻസിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത തിയറിയാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ ആദ്യം തന്നെ പറഞ്ഞു 3 എലമെന്റ്സ് ആയിട്ടാണ് തിരിച്ചത്. ഫസ്റ്റ് വൺ ഹാത്രോൺ എക്സ്പെരിമെന്റ്. അപ്പൊ ഹാത്രോൺ എക്സ്പെരിമെന്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് എൽട്ടൺ മായോവും അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സും കൂടിയിട്ട്
ഹാത്രോൺ പ്ലാന്റ് ചിക്കാഗോയിലെ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയുടെ ചിക്കാഗോ പ്ലാന്റിൽ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെന്റ് ആണ് ഹാത്രോൺ എക്സ്പെരിമെന്റ്. അപ്പോൾ ആ ഹാത്രോൺ എക്സ്പെരിമെന്റിൽ അവർ എത്തിച്ചേർന്ന കൺക്ലൂഷൻസിന്റെ ബേസിൽ ഫോം ചെയ്ത തിയറിയാണ് രണ്ടാമത് നമ്മൾ പറയുന്ന ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു എൽട്ടൺ മായോ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്, അല്ല എൽട്ടൺ മായോ ആണ് ഡിസ്കവർ ചെയ്തത്. ഇറ്റ് ഈസ് എ സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ച്. ഇറ്റ് സജസ്റ്റ് ബിസിനസ് എന്റർപ്രൈസ് ഈസ് എ സോഷ്യൽ സിസ്റ്റം in which financial incentives are motivating but social incentives are correspondingly significant in workers' productivity. അപ്പോൾ ഈ ആ ഒരു ഹാത്രോൺ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ട് അദ്ദേഹം എത്തിച്ചേർന്ന ഒരു കൺക്ലൂഷൻ ആണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആ തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ, അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്, പക്ഷെ അതിനും കൂടുതൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അവരുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി പറയുന്നത്. ഇനി നിയോ ക്ലാസിക്കൽ അപ്രോച്ചിലെ തേർഡ് എലമെന്റ് ആണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ഹാത്രോൺ എക്സ്പെരിമെന്റ് ആൻഡ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. നമ്മൾ പറഞ്ഞു ഹാത്രോൺ എക്സ്പെരിമെന്റ് പറഞ്ഞു, അതുവഴി ഫോം ചെയ്ത ഒരു തിയറിയാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി എന്ന് പറഞ്ഞു. ഇനി ഈ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ആണ് ബിഹേവിയറൽ തിയറി എന്ന് പറയുന്നത്, ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ അഡ്വാൻസ് തിയറി ആസ് കമ്പയർഡ് ടു ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ഇത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത്, ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ഫോക്കസ്ഡ് ഓൺ, അതെന്തുകൊണ്ടാണ് അങ്ങനെ അഡ്വാൻസ്ഡ് എന്ന് പറയാൻ കാരണം വെച്ചാൽ human relations approach focused on individual interpersonal interaction, whereas behavioral approach lays stress on group or organization behavior. അതായത് ഇപ്പൊ നമുക്കൊരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ലെവലിലുണ്ട്, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കൂടുതൽ ആളുകളാകുമ്പോൾ അത് ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട് അവിടെ, അല്ലെ, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ പല രീതിയിൽ അവരവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പൊ അതിൽ ഇൻഡിവിജ്വലും ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻസ് ഒക്കെ ഏത് തിയറിയുടെ കീഴിലാണ് വരിക? ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ കീഴിലാണ് വരിക. ഇനി ഗ്രൂപ്പിന്റെ ഫോർമേഷൻ, ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ഗ്രൂപ്പിൽ നിന്നാണ് ഓർഗനൈസേഷൻ അല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഗ്രൂപ്പിന്റെ ബിഹേവിയർ, ഓർഗനൈസേഷൻ ബിഹേവിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ബിഹേവിയറൽ അപ്രോച്ചിന്റെ കീഴിലാണ്. ഓക്കെ, ഇൻഡിവിജ്വൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ കാര്യങ്ങൾ വരുന്ന ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ കീഴിലും, ഗ്രൂപ്പ് അതുപോലെ ഓർഗനൈസേഷൻ ബിഹേവിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ബിഹേവിയറൽ അപ്രോച്ച്. ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഡ്രോൺ ഇറ്റ്സ് റൂട്ട്സ് ഫ്രം വാരിയസ് ബിഹേവിയറൽ സയൻസസ് സച്ച് എസ് സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി എക്സെട്ര. പിന്നെ ഈ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇത് പല ഏരിയാസിൽ നിന്നുള്ള ഐഡിയാസ് ഈ ഒരു അപ്രോച്ചിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. സൈക്കോളജി എടുക്കുന്നുണ്ട്, സോഷ്യോളജി ഉണ്ട്, ആന്ത്രപ്പോളജി ഉണ്ട്, അങ്ങനെ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു അപ്രോച്ച് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപ്രോച്ച് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. Okay, so behavioral approach is also known as behavioral science approach. It considers an organization as a social technical system. Individuals working together tend to form their own informal groups. അതായത് ഈ ഒരു അപ്രോച്ച് അനുസരിച്ച് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഡിവിജ്വൽസ് ചേരുന്ന ഒരു സ്ഥലമാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെ. അപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഫോമൽ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഓർഗനൈസേഷൻ ഫോം ചെയ്യും. അതുകൂടാതെ ഇൻഫോർമൽ ആയിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, ഇല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇൻഡിവിജ്വൽ എന്നുള്ളത് ആസ് എൻ ഇൻഡിവിജ്വൽ ലെവൽ അയാൾ പെരുമാറുന്നതും പിന്നെ ഒരു ഗ്രൂപ്പിലെത്തുമ്പോൾ ആൾ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്, അല്ലെ. ഓരോ ഇൻഡിവിജ്വൽസിനും അവരവരുടേതായ വാല്യൂസ് ഉണ്ടായിരിക്കും, അവരവരുടേതായ പെർസെപ്ഷൻ ഉണ്ടായിരിക്കും, ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഉള്ളിലും ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ആ ആള് വേറൊരാളുമായിട്ട് കമ്പനിയാവുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഒരുപാട് ഈ പറഞ്ഞ പോലെ വാല്യൂസ്, പെർസെപ്ഷൻ അങ്ങനെ ഉണ്ടായിരിക്കും, ഇല്ലേ, ഇന്റർപേഴ്സണൽ ലെവലിൽ. അത് കഴിഞ്ഞ് ഇത് കുറച്ച് ആളുകൾ കൂടി ചേർന്നൊരു ഗ്രൂപ്പ് ആവുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ എന്തുണ്ടായിരിക്കും? അവരുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെതായ വാല്യൂസ്, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എൻ എംപ്ലോയി മേ ബിഹേവ് ഡിഫറെൻ്റ്ലി വെൻ ഇൻ എ ഗ്രൂപ്പ് ആൻഡ് ഇൻ ഐസൊലേഷൻ. ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ഐസൊലേഷനിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ തനിച്ചായിരിക്കുമ്പോഴും അതുപോലെ ഒരു ഗ്രൂപ്പിലും ബിഹേവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ട്, ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ വേറൊരു ബിഹേവിയർ, പിന്നെ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ലേ. അപ്പോൾ ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെൻറ്റ് ഫ്രം other on the basis of value system, perception and attitude. So this approach focuses on scientific understanding of human behavior in organization and stresses the development of human beings for the benefit of both the individual and the organization. അപ്പോൾ ഈ ഒരു അപ്രോച്ച് അനുസരിച്ച് പറയണത് എന്താ വെച്ചാൽ
ഇത് മനസ്സിലാക്കണം. അതായത് ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഗ്രൂപ്പ് ബിഹേവിയർ, അതുപോലെ ഓർഗനൈസേഷൻ ബിഹേവിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സയന്റിഫിക്കലി മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ സയന്റിഫിക്കലി മനസ്സിലാക്കി ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും എന്നാണ് ഇതിലൂടെ ഈ ഒരു തിയറി അനുസരിച്ച്, ഈ ഒരു അപ്രോച്ച് അനുസരിച്ചിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ബ്രോഡ് ബേസ്ഡ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് കോൺസെപ്റ്റ് സച്ച്. ഇത് കുറച്ചൊരു ബ്രോഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ ഈ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ് തുടങ്ങിയ ഒരുപാട് കോൺസെപ്റ്റുകൾ ഈ ഒരു അപ്രോച്ചിന് കീഴിൽ വരുന്നുണ്ട്. ഇതൊരു ബ്രോഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അബ്രഹാം മാസ്ലോ, ഡഗ്ലസ് മാക്ഗ്രിഗർ, റെനിസ് ലിക്കർട്ട്, കർട്ട് ലെവിൻ തുടങ്ങിയ ആളുകളാണ്. അപ്പോൾ ഇവരുടെ നമുക്കറിയാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, അത് ഈ ഒരു അപ്രോച്ചിന് കീഴിൽ വരുന്നതാണ്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, മാക്ഗ്രിഗറിന്റെ തിയറി എക്സ് ആൻഡ് തിയറി വൈ, അതുപോലെ ലിക്കർട്ടിന്റെ ആണെങ്കിൽ സിസ്റ്റം 4 തിയറി ഉണ്ട്. അതുപോലെ എന്താ പറയുക, കർട്ട് ലെവിൻ്റെ എന്താ പറയുക കോൺഫ്ലിക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി ഉണ്ട്, ഫീൽഡ് തിയറി, ഇതൊക്കെ അങ്ങനെ കർട്ട് ലെവിൻ്റെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂട്ടേഴ്സ് ഈ ഒരു തിയറിയുടെ ഇതിൽ വരുന്നുണ്ട്, ഈ ഒരു അപ്രോച്ചിന് കീഴിൽ വരുന്നുണ്ട്. അവരുടെ ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പോൾ ഈ തിയറീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല, കാരണം ഈ തിയറീസ് ഒക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. മോട്ടിവേഷണൽ തിയറീസ് എന്ന് പറഞ്ഞിട്ട്, ലേണിംഗ് തിയറീസ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഓരോ തിയറീസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോൺസെപ്റ്റ് ഈ ഒരു തിയറിയുടെ ഈ ഒരു അപ്രോച്ചിന് കീഴിൽ വരുന്നുണ്ട്. മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ഒരുപാട് കോൺസെപ്റ്റുകൾ ഈ ഒരു അപ്രോച്ചിന് കീഴിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തിയറീസും ഈ അപ്രോച്ചിന് കീഴിൽ വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണെന്ന്. മാസ്ലോ, മാക്ഗ്രിഗർ, ലിക്കർട്ട്, കർട്ട് ലെവിൻ ഇങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പറഞ്ഞത് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഓൾറെഡി എന്താ പറയുക, മാനേജ്മെന്റ് തിയറി ഓർ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ടിൽ പ്രീ സയന്റിഫിക് മാനേജ്മെന്റ് പീരീഡ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ പീരീഡ് ഒക്കെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നിയോ ക്ലാസിക്കൽ അപ്രോച്ചിനെ 3 ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റുക. ഫസ്റ്റ് വൺ ഹാത്രോൺ എക്സ്പെരിമെന്റ് ആയിരുന്നു. എൽട്ടൺ മായോവും അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സും കൂടിയിട്ടാണ് ഇത് ചെയ്തത്. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ അതിൽ നിന്ന് ഫോം ചെയ്തു വന്ന തിയറി ആയിരുന്നു ഹ്യൂമൻ റിലേഷൻസ് തിയറി ഒരു ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ബിഹേവിയറൽ തിയറി എന്ന് പറയുന്നത്. ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൽ ഒരുപാട് തിയറീസ് വരുന്നുണ്ട്, ഒരുപാട് കോൺട്രിബ്യൂട്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മോഡേൺ അപ്രോച്ചും കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.